ഹലോ, ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ കുറച്ച് ബീഫ് മേടിച്ച്. അപ്പോൾ ബീഫ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തെന്നാൽ കുറച്ച് കൂർക്ക ഇട്ടിട്ട് വെക്കാമെന്ന്. കൂർക്ക ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബീഫാണ് നമുക്ക് ചിക്കനേലും ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ ബീഫും കൂർക്കയും കൂടെ വെച്ച് ഒന്ന് പിടിച്ച്. അപ്പോൾ നമുക്ക് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നെയ്യൊക്കെ ഉള്ളൊരു ബീഫായിരുന്നു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചു. നമുക്ക് കൂർക്കയാണെങ്കിൽ ഞാൻ കടയിൽ ചെന്നിട്ട് ചെറിയ കൂർക്കയല്ല, നമുക്ക് ഇത്തിരി ഒരുക്കിയെടുക്കാൻ പറ്റിയ പാകത്തിന് ഇത്തിരി വലിയ കൂർക്കോക്കി ഞാൻ തന്നെയാണ് പെറുക്കിയെടുത്ത് അത് കൊടുത്തത്. അപ്പോൾ നമുക്ക് നല്ല ഒരുക്കാൻ പറ്റിയ പോലത്തെ നല്ല വലിയ കൂർക്കയും കിട്ടി. നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് മൂന്നും കൂടെ നന്നായിട്ട് വഴറ്റി അത് മൂന്നും കൂടെ നന്നായി വാടിയതിന് ശേഷം ആ ഒരു പച്ചമണം പോണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും, അത് മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായി വാടി വരണം. അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വാടി വന്നപ്പോഴേക്കും അതിലേക്ക് ഇട്ടത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു കുറച്ച്, അതുപോലെ തന്നെ ഗരം മസാല ഒരു 1.5 സ്പൂൺ ഗരം മസാല, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയുമാണ് ഇട്ടത്. ഒരു 5 ഐറ്റം ഇട്ടു നമ്മൾ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത് നമ്മൾ ഏത് കറിക്കും, ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇപ്പോൾ ഫിഷിൻ്റെ ആണെങ്കിലും നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അരപ്പാണ്. ഈ അരപ്പിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വാടിയാൽ മാത്രമേ ആ കറിക്ക് അത്രയും ടേസ്റ്റ് കിട്ടൂ. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വാടി വന്നപ്പോഴേക്കും ഞാൻ 2 ചെറിയ തക്കാളി ഉണ്ടായിരുന്നു, ആ തക്കാളിയും പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് അതും കൂടെ നമ്മുടെ ഈ ഇറച്ചി മസാലയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഈ മസാല തക്കാളിയും അതുപോലെ തന്നെ നന്നായിട്ട് വാടണം. അപ്പോൾ തക്കാളി അത്യാവശ്യം നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തു. ബീഫിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയതായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട്, കാര്യം ബീഫിൽ മസാലയും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ബീഫിലും മസാലക്കും കൂടെ ചേർത്താണ് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതൊരു ഞാൻ 10 മിനിറ്റോളം ഞാനിങ്ങനെ വഴറ്റി കൊടുത്തായിരുന്നു. ആ മസാല ബീഫിലേക്ക് പിടിക്കാനാണ് അങ്ങനെ ചെയ്തത്. അപ്പം നല്ലൊരു 10 മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് നമ്മുടെ കുക്കറിലോട്ട് വെച്ചത്. ഇപ്പം ഞാൻ ചട്ടിയിലാണ്, നമുക്കിങ്ങനെ ഇളക്കി ചെയ്യാനുള്ളൊരു സൗകര്യത്തിനാണ് ചട്ടിയിലേക്ക് ആക്കിയത്. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ പാകം എന്ന് പറയുമ്പോൾ ബീഫാണെങ്കിൽ ഒരു 8 വിസിലോളം എനിക്ക് വേണ്ടി വരും. അപ്പോൾ എനിക്കൊരു 8 വിസിലോളം ബീഫിൻ്റെ വേണ്ടി വന്നായിരുന്നു ബീഫ് വേകാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂർക്ക നമ്മൾ 2 ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊളന്നിട്ടിട്ടുണ്ട്, ഒത്തിരി ചെറുതാക്കി കളഞ്ഞില്ല. 2 ആയിട്ടൊന്ന് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നമ്മുടെ നല്ല വെന്ത് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന ബീഫിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ നമ്മുടെ കൂർക്ക ഇട്ട് കൊടുത്തു. ഒരൊറ്റ വിസിൽ മാത്രമേ കൊടുത്തുള്ളൂ. കാര്യം നമുക്ക് കൂർക്കക്ക് നമുക്കറിയാം ഒത്തിരി വേവിൻ്റെ ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിന് പെട്ടെന്ന് വേകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒറ്റ വിസിലെടുത്ത് നമ്മൾ നേരെ ചട്ടിയിലേക്ക് മാറ്റിയായിരുന്നു. നല്ലൊരു അടിപ്പൻ ബീഫും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ബീഫും കൂർക്കയും വെക്കാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.